യാത്ര പറഞ്ഞിറങ്ങുന്ന കുട്ടിമണിക്ക് ബാലൻ കുഞ്ഞിനെ കൊടുക്കുന്നു. ബാലൻ തന്നെ ചതിച്ചുവെന്ന് സീത. പോലീസുമായി ഉടൻ തിരികെ വരുമെന്ന് പറഞ്ഞ് സീത വയലോരം വീട്ടിൽ നിന്നിറങ്ങുന്നു. ബാലന്റെ മാനസിക നില തെറ്റിയതായി മയിലിനും രവിക്കും സംശയം. ഇടയ്ക്ക് വേറെ എന്ത് വിഷയം കരുതുന്നു? മനസ്സിലെയും കുട്ടിമണിയെയും ഉടൻ പോലീസ് കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ സീത. തുടർന്ന് കാണുക. കേരളത്തിന്റെ അകത്തും പുറത്തും വണ്ടിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കും. അങ്ങനെ ചെല്ലുമ്പോ പോലീസ് കണ്ടുപിടിച്ചോളൂ. അപ്പോ എന്റെ കുഞ്ഞിനെ കിട്ടുമല്ലേ? അതാ ഞാൻ പറഞ്ഞത്, മുഖം കഴുകി വരാൻ സ്റ്റേഷനിലൊന്ന് പോണം. പരാതി കൊടുക്കണ്ടേ? വേണം, റിട്ടേൺ കംപ്ലൈന്റ് തന്നെ കൊടുക്കണം. കുഞ്ഞിനെ കിട്ടുമെങ്കിൽ പിന്നെ പരാതി കൊടുക്കണം. ഇത്രയായിട്ടും പിന്നെയും പിന്നെ നീ സമാധാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പരാതിയിലെ 1-ാം പ്രതി ബാലനായിരിക്കും. അത് വേണം. ഇത്രയും നെറുകേട് എന്നോട് കാണിച്ച അയാളോട് ഒരു മനസാക്ഷിയും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ കുഞ്ഞിനെ എടുത്ത് പെങ്ങക്ക് കൊടുത്തിരിക്കുന്നു. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ എന്നോട് അനുവാദം പോലും ചോദിക്കാതെ അയാളെടുത്ത് കൊടുത്തു. എന്നിട്ട് രാവിലെ തീർത്തും നിസ്സാരമായിട്ടങ്ങ് പറയുക ഞാനെടുത്ത് കൊടുത്തെന്ന്. എന്റെ കുഞ്ഞിനെ അങ്ങനെ കൊടുത്തെങ്കിൽ അതിന് അയാൾ അനുഭവിക്കണം. കഴുത്തിൽ താലി കെട്ടിയെന്ന ഒരൊറ്റ കാരണം കൊണ്ട് ജീവിതകാലം മുഴുവൻ ഒരാളുടെ കൊള്ളരുതായ്മ സഹിക്കുന്ന സ്ത്രീകളുടെ കൂടത്തില്ല ഈ സീത. ഇന്ന് വരെ ആ മനുഷ്യനോട് ഞാൻ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള എന്നോട് ഇത്രയും വലിയ ചതി ചെയ്ത അയാൾക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടണം. അവന് ശിക്ഷ കിട്ടും. പോലീസും കൊടുക്കും, നകുലനും കൊടുക്കും. എന്തായാലും ആ കാറിന്റെ വിവരങ്ങൾ എടുത്തിട്ട് നകുലൻ ഇങ്ങോട്ട് വരട്ടെ. നീ പെട്ടെന്ന് റെഡി ആയിട്ട് വാ, പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. ആ വയലോരം വീട്ടിലെ ബാലൻ അറിയണം അയാളുടെ കൂടെ ജീവിച്ചിരുന്ന സീത എന്തായിരുന്നെന്ന്. ഒരു പെണ്ണിനും താങ്ങാനാവാത്ത ചതി ചെയ്യുമ്പോ അതിനുള്ള ശിക്ഷ എന്താണെന്ന് അയാൾ അറിയണം. കുട്ടു 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 ഉണ്ണിയപ്പം കുന്തം. എടി, നീ കുഞ്ഞുമണിയെ മുറുകെ പിടിച്ചിരിക്കേ. നീ ഉറങ്ങി താഴെ പോകരുത്. എന്നാണ് നീ പറയുന്നേ? ഞാൻ ഉറങ്ങിയ കുഞ്ഞുണി എങ്ങനെ താഴെ പോന്നേ? ഞാനല്ലേ പോത്തുള്ളൂ. അയ്യോ, നിന്റെ മടിയിലല്ലേടി കുഞ്ഞിരിക്കുന്നേ. അപ്പൊ നീ വീഴുമ്പോ കുഞ്ഞും വീഴത്തില്ലേ? അങ്ങനെ തള്ള വീണ പിള്ളച്ച് കേടില്ലെന്നാ. എന്തോന്ന്? തള്ള വീണ പിള്ളച്ച് കേടില്ലാന്ന്. അയ്യോ കുട്ടിമണി, അങ്ങനെയല്ല. തള്ള ചവിട്ടിയ പിള്ളക്ക് കേടില്ലെന്നാ. എന്റെ പൊന്നു ബായി, നിങ്ങൾ ഇത്തരം പഴഞ്ചൊല്ലുന്ന ഇവക്ക് പറഞ്ഞു കൊടുക്കല്ലേ. ചിലപ്പോ ഇവള് കുഞ്ഞിനെ താഴെയിട്ട് ചവിട്ടിക്കളയും. പിന്നെ ഞാൻ എന്റെ കുഞ്ഞുമണിയെ ചവിട്ടത്തൊന്നുമില്ല. ചവിട്ടോ കുഞ്ഞുമണി, ചവിട്ടോ? ഞാൻ നിന്നെ ചവിട്ടോ? നീ ഇങ്ങനെ സ്നേഹിച്ച് നിന്നെ ശ്വാസം മുട്ടിക്കാതെ കുട്ടു. എന്നെ കുറ്റം പറഞ്ഞിട്ടല്ലേ നിന്റെ കണ്ണു മമ്പറ ഞാൻ കുത്തിപ്പിടിച്ചു കേട്ടാ, മയക്കാലി പത്രാവേ. അത് കൊള്ളാം. ബൈ, ഒരു കട്ടനടിച്ചാലോ? ഭയങ്കര ക്ഷീണം. ഏത് കുട്ടനെ അടിക്കാൻ? അയ്യോ, ഒരു കുട്ടനെ അടിക്കാനല്ലേ, ഒരു കട്ടൻ അടിക്കാനാ. കട്ടൻ കാപ്പി കുട്ടിമണിക്ക് വേണോ? ഞാൻ കട്ടൻ കാപ്പി കുടിച്ചിട്ടില്ല. കട്ടൻ കാപ്പി കുടിച്ചാലേ ഞാൻ കറുത്തു പോവും. ഞാനേ രാജകുമാരി ഷിൽമാൻ നടിയെ പോലിരിക്കുവല്ലേ, അതുകൊണ്ട് വേണ്ട. കട്ടൻ കാപ്പി കുടിച്ചാലേ കറുത്തു പോവും. അതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ. അല്ല, പാല് കുടിച്ച കറുത്തോര് വെളുക്കോ? അല്ല, പാല് കുടിച്ചാ വെളുക്കോ? വെളുക്കത്തില്ല. കറുത്തിരിക്കുന്ന ഒരാളെ എല്ലാ ദിവസവും പാല് കുടിച്ച എങ്ങനെയാ വെളുക്കണ? അതുപോലെ തന്നെ കട്ടൻ കാപ്പി കുടിച്ചാ കറക്കത്തൊന്നുമില്ല. എന്നാ പിന്നെ ഞാനും കുടിച്ചാ. അതെ, നീ അങ്ങനെ വിഷമിച്ച് കുടിക്കൊന്നും വേണ്ട. വേണമെങ്കിൽ മതി കേട്ടോ. ഉറങ്ങാതെ കുഞ്ഞിനെ മുറുകെ പിടിച്ചിരുന്നോണം കേട്ടോ. ഇന്നോളാം. പോ പോ പോ.
ഞാനേ ഓരോ കാപ്പി വാങ്ങിച്ചോണ്ട് ഇങ്ങോട്ട് വരാം. നിങ്ങളും കൂടി വന്നാലേ ആരാ എന്താ എവിടുന്നാ എങ്ങോട്ടാന്നൊക്കെ ചോദിക്കും. അല്ല, അത് മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ്. അത് ശരിയാ. എന്നാ ബായി പോയിട്ടോ. ആ, എന്നാ ഞാൻ പോരാ. അതെ, ഇറങ്ങണി ഇങ്ങോട്ട്. നിന്നെന്താ എടുത്തിറക്കണോ? ആ, ഞാൻ തന്നെ അങ്ങോട്ട് ഇറങ്ങിച്ചോളാം. ദൈവമേ, എല്ലാ പാടാണോ ഇതിനകത്തുനിന്ന് ഇറങ്ങാൻ. സൂക്ഷിച്ചിറങ്ങ. കുഞ്ഞിനെ തലേന്ന് മുട്ടിക്കരുത്. കുഞ്ഞിനെ എങ്ങത്താ അച്ചയുടെ ചക്കര മുത്തേ. നിന്നെ അവസാനം ഞങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടിയല്ലോടി. ആ, അതെ, ഈ ആറിന്റെ നടുക്ക് എന്നെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്ന എന്തിനാ? എന്നെ മുക്കി കൊല്ലാനാണോ? കുഞ്ഞോനെ എങ്ങിട്ടാ ഞാൻ മീണ്ടാൻ പഠിപ്പിച്ചു. എന്നതാ? ഓ, മീണ്ടാന്. പോയെ. താ മനുഷ്യ തരൂലേ? ആ, പോ. നിനക്ക് വേണ? ഹലോ, ആ, മൈലമേ പിച്ചളയാ. എവിടെയായി നിങ്ങള്? എങ്ങും എത്തിയിട്ടില്ല. പകുതി വഴി ആവണേ ഉള്ളൂ. ഞങ്ങൾ ഓരോ കട്ടൻ ചായ കുടിക്കുക. സൂക്ഷിക്കണം കേട്ടോ, ഇവിടെ ആകെ പ്രശ്നം. അതറിയാനാ വിളിച്ചത്. എന്തായി കാര്യങ്ങൾ? ബാലണ്ണന്റെ കാര്യമാ കഷ്ടം. സീതക്കാടെ വീട്ടിൽ നിന്ന് എല്ലാരും കൂടെ വന്ന ആകെപ്പാടെ വലിയ ബഹളമായിരുന്നു. ഞാനും രവിയണ്ണനും ഉണ്ടായിരുന്നു. ബാലണ്ണനെ ഉപദ്രവിക്കാൻ നോക്കി. ദേഹത്ത് കയ്യച്ചോ? അടി കൊടുക്കാൻ മേലായിരുന്നു മൈലമ്മ. സിറ്റുവേഷനൊക്കെ അറിയാലോ. ഇനിയിപ്പം നകുലം വരുമായിരിക്കും. ആകെപ്പാടെ തകർന്നു പോയി ബാലണ്ണൻ. പരസ്പര വിരുദ്ധമായിട്ട് ഓരോന്ന് സംസാരിക്കുന്നത്. ഭ്രാന്തായതുപോലെ തോന്നിപ്പോവുക. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. മൈലമ്മ അവിടെ തന്നെ കാണില്ലേ. അതാ ഞങ്ങൾക്കൊരാശ്വാസം. ആ, പിന്നെ അയ്യപ്പൻകുട്ടി സാറിനെ വിളിച്ച് സംസാരിക്കണം. ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണോ മറ്റോ ഉണ്ടായ സാറിന് വിവരം തരാൻ പറ്റും. എന്റെ നമ്പർ സാറിന്റെ കയ്യിലുണ്ട്. ഞാൻ സംസാരിക്കാം. ഫോൺ വെച്ചോളൂ. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്യും. നിങ്ങൾ എത്തുന്നവരെ എന്റെ ഉള്ളിൽ തീയ. പോലീസ് അന്വേഷണം ഉണ്ടെങ്കിൽ നേരായ വഴിയൊന്നും പോക്ക് നടക്കില്ല മൈലമ്മ. ഇടയ്ക്ക് എവിടെയെങ്കിലും തങ്ങിയും ഊടുവഴി തേടി പിടിച്ചും വേണം പോവാൻ. അല്ലെങ്കിൽ വാഹനം മാറേണ്ടി വരും. എന്തായാലും കുഞ്ഞിനെ ഇനി ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതെത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും. മനുഷ്യനെന്നാ പിത്തലെ ഗുമ്മന് തുറച്ചു നോക്കുന്നേ? കണ്ണൊക്കെ ഇങ്ങനെ വെച്ച്. ഒന്നുമില്ല കുട്ടു. നമ്മൾ പോന്നതിന് ശേഷം വയലോരം വീട്ടിൽ എന്ത് നടന്നു എന്നറിയാനാ. വയലോരം വീട്ടിൽ എല്ലാരും നടന്നു കാണും. കാലുള്ളവരെല്ലാം നടക്കും. വലിയേട്ടൻ നടക്കും, കുഞ്ഞേട്ടൻ നടക്കും. പിന്നെ നീ വലിയ തമാശയൊന്നും പറയണ്ട. മനുഷ്യ അവിടെ തീക്കനലിന്റെ പുറത്ത് വയ്ക്കുക. അപ്പോഴവളുടെ പൊളിച്ച തമാശ. തീക്കനലിന്റെ പുറത്ത് നിൽക്കുന്നെങ്കിൽ അങ്ങോട്ട് മാറുന്നില്ല. അല്ല പിന്നെ അവനോട് വഴക്കുണ്ടാക്കാൻ വന്നേക്കുന്നു. കൊല്ലിഞ്ഞ. എന്തായാലും മൈലമ്മ ഫോൺ വെക്കി. ശരി. ബായ്, ഇന്ന് വന്നേ. കുഞ്ഞിനെ പിടിച്ചേ. ആ ഗ്ലാസ് പിടിച്ചേ. വാ 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 വാ. ഓ, എല്ലാവർക്കും ഒരു വിചാരമുണ്ട് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ഭയങ്കര ബുദ്ധിക്കാരിയാ. അല്ല എന്റെ പൊന്നുമോള. എന്താ ഭായി? വയലോരത്തെ കാര്യം വലിയ കഷ്ടമാണ് മൈലമ്മ പറഞ്ഞത്. ബാലേട്ടനെ എല്ലാരും കൂടി വട്ടം നിന്ന് കൊത്തിപ്പറക്കുക. സ്വന്തം ചങ്ക് പറിച്ച് നമുക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന ആളാ ബാലേട്ടൻ. നമ്മൾ എന്തു ചെയ്യും ഭായി? തൽക്കാലം ഒന്നും ചെയ്യണ്ട. ബാലേട്ടൻ എടുത്ത ത്യാഗത്തിന് സങ്കടത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ മനസ്സുജം ബായും കുട്ടിമണി പെങ്ങളും കൂടി ഈ കുഞ്ഞിനെ നന്നായിട്ട് വളർത്തണം. ബാക്കിയൊക്കെ വരുന്ന പോലെ വരട്ടെ. എന്തായാലും മൈലമ്മ വിവരങ്ങൾ അറിയിക്കും. ഞാനേ ഈ ഗ്ലാസ് കൊടുത്തിട്ട് വരാം. റോഡരികിൽ ഇങ്ങനെ നിൽക്കുന്നത് ബുദ്ധിയല്ല. പിച്ചളെ, കാശ് 3 ചായക്കുള്ള കാശൊക്കെ കള്ളന്റെ പോക്കറ്റിൽ കാണുമ്പായി. നിങ്ങൾ കേറിക്കോ, നമുക്ക് പോവാ. ഞാൻ അതെത്തി. ബാലേട്ടാ, എന്താ ഈ പറഞ്ഞോണ്ടിരിക്കുന്നേ? എടാ, നീ ഇതുവരെ കണ്ടത്തിലേക്ക് പോയില്ലേ? മഴ വരുന്നത് കണ്ടില്ലേ? അച്ഛൻ മഴ നനഞ്ഞ അവിടെ തന്നെ നിൽക്കും. കണ്ണ് നനഞ്ഞാ കണ്ടോണ്ട് നിൽക്കാം. അച്ഛൻ നനഞ്ഞ അമ്മ സമ്മതിക്കുവോ? നീ വേഗം ചെല്ലേ. എടാ ചെല്ല്.
ബാലേട്ടാ എന്തൊക്കെയാ പറയുന്നേ? നമ്മുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ? അമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ആ അത് ശരിയാ. എനിക്കെന്താ പറ്റിയേ? ഞാനെല്ലാം മറന്നുപോയി. അച്ഛനും മരിച്ചു, അമ്മയും മരിച്ചു അല്ലേ? ഇപ്പൊ നമുക്ക് ആരുമില്ല അല്ലേ? നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. സീത ഒരു കാപ്പി എടുക്കാൻ പോയിട്ട് എത്ര നേരമായി? നീ എന്ത് ചെയ്യാ അവിടെ? രവിക്കും കൂടെ ഒരു കാപ്പി എടുത്തോ. ബാലേട്ടാ ഇവിടെ സീതടുത്തില്ല. ബാലേട്ടൻ അറിയത്തില്ല അത്. ശടാ, അത് ഞാൻ മറന്നടാ. സീത പോയല്ലേ? കുഞ്ഞിനെ ഞാൻ കുട്ടിമണിക്ക് കൊടുത്തല്ലോ. അല്ല, എല്ലാത്തിനും കുഴപ്പം ബാലൻ തന്നെയാ. ബാലേട്ടൻ ഒന്നിനും ഒരു കുഴപ്പമില്ല. ബാലേട്ടൻ ഒന്ന് കിടക്ക്, മനസ്സൊന്ന് തണുക്കട്ടെ. എടാ രവി, തണുത്ത വെള്ളം കുടിച്ച ഉള്ളൊന്ന് തണുക്കും, പക്ഷെ മനസ്സിൽ തീ അണയ്ക്കാൻ പറ്റൂടാ. കണ്ണടച്ച് കിടന്ന് ഉറങ്ങിയാ പറ്റൂടാ. ഇപ്പൊ കിടന്നാൽ തന്നെ ഉറക്കം വരണ്ടേ? ഒരു മനുഷ്യന്റെ നെഞ്ചില് എരിയുന്ന തീയായിരിക്കൂടാ ഏറ്റവും വലിയ ചൂട്. അത് ഊതി അണയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. അത് എരിഞ്ഞെരിഞ്ഞ് അവനെ അപ്പാടെ ഹരിക്കും. പിന്നെ ഒരു പിടി ഭസ്മമാക്കി മാറ്റും, വെന്ത് വെണ്ണീറാക്കും. ആ അങ്ങനെ തീരത്തുള്ളൂ ഉള്ളിലെരിയുന്ന സങ്കടം. ഒന്നുമില്ല, അതെല്ലാം ബാലേട്ടന്റെ തോന്നല. ബാലേട്ടൻ വന്ന് കിടക്ക്. ഞാനല്ലേ പറയുന്നത്, ഒന്നുമില്ല, എല്ലാം മാറും ബാലേട്ട. എടാ, കിടന്നു കഴിയുമ്പോഴേ ഓരോരോ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണുവാടാ. അതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല. ഒരു പേടിപ്പിക്കുന്ന സ്വപ്നം കാണത്തില്ല. ഞാൻ ഇവിടെ തന്നെ നിപ്പുണ്ട്. എടാ, പിന്നെ ഞാനേ ഇത്തിരി മുമ്പേ അമ്മ അപ്പുറത്തോട്ട് പോണണ്ടാ. ഞാൻ വിളിച്ചിട്ട് അമ്മ നിന്നില്ല. എടാ, അമ്മയ്ക്ക് എന്നോട് പിണക്കുമായിരിക്കും അല്ലേ? ബാലേട്ട പ്ലീസ്, ബാലേട്ടൻ ഈ ഭ്രാന്ത് പറിച്ചിട്ടൊന്ന് നിർത്ത്. എടാ, ഭ്രാന്താണോ? ആണോടാ? എടാ, എനിക്ക് ഭ്രാന്താണോടാ? ഇങ്ങനെയാണോടാ ഭ്രാന്ത്? നമ്മൾ മറ്റുള്ളവർ കാണാത്ത കാഴ്ചകൾ കാണുന്നു, മറ്റുള്ളവർ കേൾക്കാത്ത ശബ്ദം കേൾക്കുന്നു. എടാ, നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അച്ഛൻ ഒറ്റയ്ക്കാ, നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ. എത്ര തവണ പറയുന്നത് നിന്നോട്? എന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല. മൈലമ്മ എവിടെ പോയതാ? ഞാൻ പിച്ചളെ ഒന്ന് വിളിക്കാൻ പോയതാ. എന്നിട്ട് എന്ത് പറഞ്ഞു പിച്ചള? ഇതുവരെ അവർക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊക്കെ ഇവിടെയാണല്ലോ. ഇത് കണ്ടില്ലേ, ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ ബാലണ്ണ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല മോളെ, നമുക്ക് കുഞ്ഞിന്റെ ചോറൂണ് ഗുരുവായൂർ വെച്ച് നടത്തുന്നതാണോ അതോ അമ്പലം പൊളിച്ച് നടത്തണോ? അല്ല, രണ്ടിടത്തും കൃഷ്ണൻ തന്നെയാ. ഒരിടത്ത് ഗുരുവായൂരപ്പൻ, ഒരിടത്ത് പാർത്ഥസാരഥി. പാർത്ഥന്റെ തേര് തെളിച്ചവൻ പാർത്ഥസാരഥി. ഭഗവാൻ തളർന്നു കിടന്നവന് ഗീതോപദേശം കൊടുത്തു. തളർന്ന കയ്യിൽ അമ്പും ബില്ലും വെച്ചു കൊടുത്തു. മുമ്പിൽ നിൽക്കുന്നതേ ഗുരുവാണോ ബന്ധുവാണോ നോക്കാതെ ഏത് വീഴ്ത്താനും പറഞ്ഞു, യുദ്ധം ജയിക്കാനും പറഞ്ഞു. ബാലനൊരു ഗീതോപദേശം തരാൻ ആരും ഇല്ലാതെ പോയി. ഞാനെന്തൊരു മണ്ടനല്ലേ മോളെ? എന്താ ബാലണ്ണ, എന്താ ഈ പറയുന്നത്? അല്ല, എനിക്ക് ഗീതോപദേശം തരാൻ ആരും ഇല്ലല്ലോ എന്ന്. അതിന് ഞാൻ അർജുനനാണോ? എനിക്ക് രാജ്യമുണ്ടോ? ഞാനൊരു പേടിത്തൊണ്ടൻ. ആരെന്ത് പറഞ്ഞാലും മിണ്ടാതിരുന്ന് കരയാനും കണ്ണു തുടയ്ക്കാനും മാത്രം അറിയാവുന്നത് ഒരു പൊട്ടൻ. വല്ലതും അധ്വാനിക്കാനോ സമ്പാദിക്കാനോ കഴിവുണ്ടോ? അതുമില്ല. ആ എടാ, പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് അമ്പലപ്പുഴ കേറിയിട്ട് ഗുരുവായൂർ പോയി ചോറ് കൊടുക്കാം. അതല്ലേടാ രവിചന്ദ്ര നല്ലത്? പിന്നെ നമുക്ക് പഴയാറ്റിലെ ജയന്റെ വണ്ടി വിളിച്ചാൽ മതി. അതാകുമ്പോ ഇന്നോവയാ. നമുക്കെല്ലാവർക്കും ഒരു വണ്ടി പോവുകയും ചെയ്യാം. ഞാൻ ബാലണ്ണനെ നേരത്തെ കൊണ്ട് കിടത്തിയതല്ലേ, പിന്നെ എന്തിനാ എണീറ്റത്? കിടന്നേ, കിടക്ക് ബാലണ്ണ. അത് മതി കേട്ടോ. അമ്മാവയും പെരിപ്പാവയും ഞാൻ വിളിച്ചിട്ടുണ്ട്. വരട്ടെ, എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല മൈലമ്മ. എല്ലാം ശരിയാവും രവിയാണ്, എല്ലാം ശരിയാവും. പോണ വഴിക്ക് അമ്പലപ്പുഴ ഇറങ്ങണം. ആദ്യത്തെ കുഞ്ഞല്ലേ. പിന്നെ വടക്കുന്നാഥനെ ഒന്ന് കാണണം. എന്തായാലും പോണ വഴിക്ക് അങ്ങ് ഇരിക്കുകയല്ലേ കക്ഷി. അപ്പൊ ഒന്ന് കാണാതെ പോയ പിണങ്ങിയാലോ? ഛേ,
അച്ഛൻ എന്താ മൃഗശാലയിൽ കൂട്ടിക്കിടക്കുന്ന കടുവയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ? അല്ല, അച്ഛന്റെ ഭാവം കണ്ടാ തോന്നൂലോ ഇവിടെ ആരാണ്ട് എന്തോ ചെയ്തെന്നു. ഈ ദേഷ്യമൊക്കെ കാണിക്കേണ്ടതേ അവിടെയായിരുന്നു, വയലോരം വീട്ടിൽ, ആ ബാലഗോപാലന്റെ അടുത്ത്. അല്ലാതെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നടക്കുകയും അച്ഛന്റെ ആടി ആടി നിൽക്കുന്ന ആ പല്ല് കടിച്ചു പൊട്ടിക്കുകയും ചെയ്തിട്ട് ഒരു കാര്യമില്ല. അല്ല, കടിച്ചു പൊട്ടിച്ച് പല്ലെങ്ങാനും പോയാലേ ഇപ്പൊ റൂട്ട് കനാലിനൊക്കെ എന്നാ പൈസയാണെന്ന് അറിയാവോ? വയസ്സാം കാലത്തെ ഈ പല്ലൊന്നും ഇല്ലാതെ ബബ്ബാന്ന് പറഞ്ഞ് നടക്കേണ്ടി വരും. ഒറ്റ അടി വെച്ചെന്നാലേ നീ 8 ഒടിഞ്ഞൂടെ കിടന്നു പോകും. കേട്ടോടി നേർക്കോലി. അതിനിപ്പോ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? വല്യണ്ണ ഒന്ന് ദേഷ്യപ്പെടാതിരിക്കെ, ഇല്ലെങ്കിൽ പ്രഷർ കൂടും. പ്രഷർ കൂടി, ഷുഗർ കുറഞ്ഞു. അവനെ പിച്ചാത്തവനെ കോർത്തെടുക്കാതെ ഈ പൂക്കോടിയായവൻ അടങ്ങത്തില്ല. എടീ, നിന്നോട് നവലിനെ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചോ? അവൻ എവിടെയുണ്ട്? അവിടെ വീട്ടിലുണ്ടെന്ന് അമ്മ വിളിച്ചപ്പോ പറഞ്ഞേ, പിന്നെ വണ്ടി എടുത്തോണ്ട് പോയെന്ന്. അല്ല, അച്ഛൻ ഇതിപ്പോ എന്തിന്റെ സൂക്കേടാ? നകുലണ്ണനെ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കിക്കാനാ? എന്തിനാ നകുലണ്ണന്റെ ഭാവി കൂടി കളയുന്നേ? സീതയുടെ ഭാവിയോ ആ നശിച്ചെടുത്ത് ചെന്ന് കയറിപ്പോയി. ഇനി എന്റെ അണ്ണന്റെ ഭാവി കൂടി കളയുന്ന എന്തിനാ? അതേ വല്യണ്ണ, ഈ വഴക്കും വക്കാണും ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ സമാധാനമായിട്ട്. മിണ്ടരുത് നീ. സമാധാനം എന്നൊരു വാക്ക് മിണ്ടിയാലുണ്ടല്ലോ അടിച്ചെന്നിട്ട്. നീ നിന്റെ മോളും കൂടെ സമാധാനം ഉണ്ടാക്കിയതാടി. ഇപ്പൊ കൂടെ കിടന്നുറങ്ങിയ കൊച്ചിനെ അവൾക്ക് ഇല്ലാതായത്. എന്റെ വല്യണ്ണ ഒന്ന് പതുക്കെ പറ. അവളുടെ സമനില തെറ്റിയതുപോലെയാ ഇരിപ്പും നോട്ടവും ഭാവവും ഒക്കെ. പാതി ബോധത്തിൽ അതിനകത്ത് കിടക്കുക. വീണ്ടും വീണ്ടും കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്ന് കേട്ടാ പറയാതിരുന്ന സത്യം സത്യമല്ലാതാവോടി? ഇല്ലല്ലോ. നകുലൻ അങ്ങോട്ട് വരട്ടെ, അവൻ വന്നിട്ട് തീരുമാനിക്കാം ഈ കാര്യത്തിൽ പോലീസ് വേണോ, പട്ടാളം വേണോ, പിച്ചാത്തി വേണോ എന്ന്. എന്തായാലും പൂക്കോട് രാഘവൻ വെറുതെ ഇരിക്കത്തില്ല. ഇത് നമ്മളെ മൊത്തം തോൽപ്പിച്ചളഞ്ഞു, മുഖത്ത് കാർക്കിച്ച് തുപ്പിക്കളഞ്ഞു. അതെങ്ങനെ വിടാൻ പറ്റുമോ? അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷെങ്കില് എടുത്തു ചാടി പോയിട്ട് ഓരോന്ന് ചെയ്താ നിങ്ങളും കൂടി അകത്ത് പോകത്തില്ലേ? അങ്ങനെയൊന്നും അകത്ത് പോകത്തില്ല. അവനാ ഞാൻ അകത്ത് കയറ്റിക്കും. അതിന് മാറ്റമൊന്നുമില്ല. നീ ഒന്നുകൂടെ വിളിക്കവനെ. അയ്യോ, ഞാനിപ്പോ വിളിച്ചതല്ലേ ഉള്ളൂ. ഒന്നാമത് എന്റെ ഫോണിൽ ബാലൻസ് ഇല്ല. വിളിച്ചു വിളിച്ച് പൈസ തീർന്നാ പിന്നെ ഞാൻ എങ്ങനെ നെറ്റ് നോക്കും? ഓ, നെറ്റ് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അച്ഛനും അച്ഛന്റെ പെങ്ങൾക്കും എന്തെങ്കിലും സംഭവിച്ചതിന് വെറുതെ എന്നോട് ചൂടാവണ്ട. ഞാനൊരുത്തി എന്റെ കെട്ടുതാലി ഇന്ന് പൊട്ടോ നാളെ പൊട്ടോ എന്നും പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുക. അതേപ്പറ്റി അച്ഛൻ ഇത്ര ചൂടും പല്ലുകടിയും നടത്തുമൊന്നും കണ്ടില്ലല്ലോ. ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ വേറെ പ്രശ്നം സംസാരിക്കരുത്. ഞാനൊരു കാര്യവും പറയുന്നില്ല. എനിക്കൊന്നേ ഇപ്പോഴും പറയാനുള്ളൂ. എന്തെങ്കിലും കാര്യത്തിന് ചാടി പുറപ്പെടാതെ കുറച്ച് ബുദ്ധിപരമായിട്ട് വേണം മൂവ് ചെയ്യാൻ. അല്ലാതെ ചുമ്മാ നകുലേട്ടനെയും കൂടി കുഴപ്പത്തി ചാടിക്കാൻ നിൽക്കരുത്. ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. ആ ബാലഗോപാലിനോടും മനസ്സിജനോടും കുട്ടിമണിയോടും പകരം വീട്ടണമെങ്കിൽ, കുഞ്ഞിനെ തിരിച്ചു മേടിക്കണമെങ്കിൽ നിങ്ങൾ പുറത്ത് വേണം. അല്ലാതെ നിങ്ങളൊക്കെ കൂടി പോയി അകത്ത് കിടന്നാലേ അവര് ഇന്ത്യ മഹാരാജ്യം മുഴുവൻ കറങ്ങും കൊച്ചിനെയും കൊണ്ട്. അയ്യോ എന്റെ ദൈവമേ. ആ, അമ്മായി അയ്യോ പൊത്തോന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വന്നത് വന്നു. ഇനിയിപ്പോ സീതേച്ചിയും ബാലചന്ദ്രനും തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്താൻ നോക്ക്. എന്നിട്ട് സീതേച്ചിക്ക് വേറൊരു കല്യാണം നോക്ക്. ഒന്നിപ്പഴിച്ച മൂന്നി തീരുന്നല്ലേ? നിന്നോടിപ്പോ ആരെങ്കിലും വല്ല അഭിപ്രായം ചോദിച്ചോ? നകുലനാ, അവൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ വരുന്നത്. അവന്റെ ഭാവം കണ്ടില്ലേ? അയ്യോ വല്യണ്ണ, ഒന്ന് പറഞ്ഞു നിർത്തണേ. ഒരു പ്രശ്നത്തിലേക്ക്. പറഞ്ഞു നിർത്താനോ? ഞാനോ? പറഞ്ഞിളക്കത്തേ ഉള്ളൂ ഞാൻ. ആ, അവൻ ബാലിനെ 16 പീസാക്കി മാറ്റിയാലും ഞാൻ സന്തോഷിക്കത്തേ ഉള്ളൂ. ആ, അച്ഛാ, എന്താ സംഭവിച്ചത്? കൊച്ചിനെ ആരാ കൊണ്ടുപോയത്? മോനെ നകുല. അമ്മായി ഞരകണ്ട. ഞാനിവിടെ മണികണ്ഠന്റെ വർക്ക്ഷോപ്പിൽ ഇരിക്കുമ്പോഴാണ് വിവരം അറിയുന്നത്. നമ്മുടെ കൊച്ചിനെ കൊണ്ട് മനസ്സിജനും ആ കള്ളനും പൊട്ടിയും കൂടെ അങ്ങ് പോയെന്ന്. നേരാണോ ഞാൻ കേട്ടത്? നേരാടാ. നമ്മുടെ എല്ലാം നെഞ്ചത്ത് ചവിട്ടി, മുഖത്ത് കാർക്കിച്ചു തുപ്പി, നമ്മളെല്ലാം ഊശിയാക്കിയിട്ട് അവര് പോയത്. എന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് കവാത്തം നടത്തി പല്ലും കടിച്ചിട്ട് കണ്ണൂരിട്ടി കാണിച്ച് നാണമില്ലാതെങ്കിൽ തിരിച്ചു പോന്നു അല്ലേ? വെട്ടി താഴെ ഇടണ്ടായിരുന്നു അവന്റെ തല. അതൊക്കെ നീയും കൂടി വന്നിട്ടാകാമെന്ന് കരുതി. ഒരു നിമിഷം നീ ഇവിടെ നിൽക്ക്. ഒരു സാധനം ഇവിടെ വച്ച കാണത്തില്ലല്ലോ. ആ, ഇത് മതി. ആ ചതിയന്റെ തലയറിയാൻ ഇത് മതി. മോനെ നകുല, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, അമ്മായി ഈ കാര്യത്തിൽ ഒന്നും പറയണ്ട. എന്നാടാ, എന്നാ പിടിക്കേ. പോയി അവന്റെ തല വെട്ടിയെടുക്കും. വല്യണ്ണ
എന്താ ഇത്? എന്താ അവിവേകം ഈ കാണിക്കുന്നേ? നല്ല തന്ത മോന്റെ കയ്യിൽ വാക്കത്തി കൊടുത്ത് യുദ്ധത്തിന് വിടുന്നു. അച്ഛൻ എന്താ പ്രാന്തുണ്ടോ? ഇനി നകുലെണ്ണം പോയി അകത്ത് കിടക്കണോ? ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എന്താ? അച്ഛനോ അച്ഛന്റെ ജീവിതം പെങ്ങൾക്കും മോൾക്കും വേണ്ടി നശിപ്പിച്ച് മുടിച്ച് തേച്ച് കഴുകി ഇനി സ്വന്തം മോന്റെ ജീവിതം കൂടി കളയണോ? മിണ്ടരുത് നീ. എന്തായാലും ബാലനെ ഞാൻ വെറുതെ വിടത്തില്ല. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ഇപ്പൊ ബാലന്റെ കഴുത്ത് വെട്ടുകയോ കൈ വെട്ടുകയോ അല്ല ചെയ്യേണ്ടത്. ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ നോക്ക്. സീതയുടെ ഭ്രാന്തിന്റെ വക്കിൽ നിൽക്കുക, ഭ്രാന്തിന്റെ വക്കിൽ. അതെ മോനെ, അതാ ആദ്യം ചെയ്യേണ്ടത്. ബാലനെ നമുക്ക് പിന്നെ ശിക്ഷിക്കാം. അല്ലെങ്കിൽ അതിന് പോലീസും കോടതിയൊക്കെ ഇല്ലേ ഇവിടെ? പോലീസിൽ എന്തായാലും പരാതി കൊടുക്കണം നമ്മൾ. അത് അതിന്റെ ഒരു നിയമവശം. പോലീസ് വിചാരിച്ചാൽ അവനൊന്നും ഈ അതിർത്തി കിടന്ന് പോകത്തില്ല. പിന്നെ എടാ അവന്റെ കാറിന്റെ നമ്പർ കിട്ടും. അതൊക്കെ എന്റെ പോക്കറ്റിലുണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഒരു കാര്യം ചെയ്യും, അച്ഛൻ എന്റെ കൂടെ സ്റ്റേഷൻ വരെ വരാനൊന്ന് റെഡിയാവും. സീത എന്തിയടി? അകത്ത് കരഞ്ഞു തളർന്നു കിടക്കുക. എന്റെ കൊച്ചിന്റെ സമനില തെറ്റിപ്പോന്ന് എനിക്ക് പേടിയാ മോനെ. സമനില തെറ്റി ആവശ്യത്തിൽ കൂടുതൽ സഹിക്കാനും ക്ഷമിക്കാനും പോയത് കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അന്നേ അവളോട് പറഞ്ഞതല്ലേ കൊച്ചിനെ എടുത്തോണ്ട് ഇവിടെ വന്ന് നിൽക്കാനായിട്ട്. ഈ വീട്ടിലായിരുന്നു കൊച്ചെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നോ? അപ്പൊ അവള് കെട്ടിയോനം കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നു. അവളുടെ ഒരു ബാലേട്ടൻ. ഒരു കണക്കിന് ഇത് അനുഭവിക്കേണ്ടത് തന്നെയാ. സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ അവൾക്കറിയില്ല. അവളുടെ നന്മ ആഗ്രഹിക്കുന്നവരെ കാണാൻ അവൾക്ക് കണ്ണുകളില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ടവരെ സ്നേഹിച്ച് അവർക്കൊപ്പം നിൽക്കും. അവര് ചവിട്ടി തേക്കുകയും ചെയ്യും. ഇപ്പോ ആഴത്തി ചീന്തി പോയില്ലേ? ഇനി ഏത് കാലത്തുണങ്ങും ആ മുറിവ്? കൊച്ചിനെ തിരിച്ചു കിട്ടുവോ? തിരിച്ചു കിട്ടിയേ പറ്റൂ മോനെ. കിട്ടിയില്ലെങ്കിൽ എന്തായാലും ഞാൻ അവളെ ഒന്ന് കാണട്ടെ. നീ ഒന്നും പറയല്ലേ നകുല, അവൾ ആകെ തളർന്നിരിക്കുക. എന്റെ പൊന്നമ്മായി ഒന്നും മിണ്ടാതിരിക്കെ. ഞാൻ അവളെ കൊന്നു തിന്നാനൊന്നും പോകുന്നില്ലല്ലോ. സീതേ, സീതേ, എടി വാതില് തുറന്നേ. വാതില് തുറക്കാൻ. സീതേ, സീതേ, എടി വാതില് തുറക്കാൻ. അത് തുറക്കത്തില്ല നകുലണ്ണ. കരഞ്ഞു കരഞ്ഞേ തളർന്ന് ഉറങ്ങിക്കാണും. ഓ, ബുദ്ധിമതിയും പഠിത്തക്കാരിയൊക്കെ ആയ സീതയ്ക്ക് പറ്റിയ ഒരു പറ്റേ. നീ എന്താടി സന്തോഷിക്കാണോ? ഓ, എനിക്കൊരു സന്തോഷവും ഇല്ലേ. ഞാനെന്തിനു സന്തോഷിക്കണം? സീതേ, നീ സങ്കടപ്പെടണ്ട. ഞാനുണ്ടടി നിന്റെ കൂടെ. നിന്റെ കുഞ്ഞിനെ കൊണ്ട് അവരെവിടെ പോയാലും ഞാൻ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചോണ്ട് വരും. അതിനാ ഞാൻ പോകുന്നേ. വാതില് തുറന്നില്ലല്ലേ? ഇല്ല. മുറിയടച്ച് കട്ടിലിൽ കമിഴ്ന്ന് കിടന്നേ തലയിണ കടിച്ചു പറിച്ച് ചവച്ചരച്ച് തിന്നുമാവും. അതിന്റെ കൂടെ സങ്കടം കൂടി ആ തിറക്കാലോ. നിന്നോട് അഭിപ്രായമല്ലോ ചോദിച്ചോ? ഓ മോളെ, നീ സീതയെ കളിയാക്കുന്നതിലോ വഴക്കു പറയുന്നതിലോ കുറ്റപ്പെടുത്തുന്നതിലോ ഒന്നും അമ്മായിക്കൊന്നുമില്ല. ഒന്നിനും അമ്മായി നിന്നെ ഒന്നും പറഞ്ഞിട്ടുമില്ല. പക്ഷെ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് മോളൊന്ന് മനസ്സിലാക്കണം. പ്രസവിച്ച കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയ ഒരമ്മയുടെ വേദന. ആ കുഞ്ഞു മരിച്ചുപോയതല്ല. ആ കുഞ്ഞിനെ സ്വന്തമെന്ന് പറഞ്ഞ് മറ്റൊരാൾ തട്ടിക്കൊണ്ടു പോയതാ. ഇന്നലെ വരെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുലപ്പാല് കൊടുത്ത് വളർത്തിയ ഒരമ്മയ്ക്ക് ഇന്നതടുത്തില്ലാതെ വരുമ്പോ ഉണ്ടാകുന്ന ഒരു സങ്കടമുണ്ട്. അതെവിടെയാന്ന് ഓർക്കുമ്പോ ഉണ്ടാകുന്ന ഒരു ആദിയും വ്യാധിയും ഉണ്ട്, വേദനയുണ്ട്. അതളന്നെടുക്കണമെങ്കിൽ ഒരമ്മയാകണം. എന്നാലേ അത് മനസ്സിലാകും. കേട്ടോ നകുലണ്ണ, ഈ അമ്മായി പറഞ്ഞത് കേട്ടോ? എനിക്ക് അമ്മയാവാൻ കഴിയില്ലെന്നല്ലേ അമ്മായി പറഞ്ഞതിനർത്ഥം? എന്റെ പൊന്നുമോളെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. നീ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കുകയും പറയുകയും ചെയ്യരുത്. അതെ, എനിക്ക് കുട്ടികൾ ഉണ്ടാവാത്തതേ എന്റെ കുഴപ്പം കൊണ്ടല്ല. സ്ത്രീധന ബാക്കി തന്നാലല്ലേ എനിക്കും ഭർത്താവിനും കൂടി ഒന്നിച്ച് ജീവിക്കാൻ പറ്റൂ. അത് തരാൻ പറ്റാത്തത് എന്താ? അമ്മായിയെ മോളെ നോക്കാൻ എന്റെ അച്ഛൻ നിങ്ങളുടെ കൂടെ വന്ന് നിന്നതുകൊണ്ടല്ലേ. ഉത്തരവാദിത്വമുള്ള അച്ഛനും ഇല്ല, ഉത്തരവാദിത്വമുള്ള ആങ്ങളെയും ഇല്ല. എല്ലാവർക്കും ബന്ധുക്കളുടെ കാര്യത്തിലല്ലേ ശ്രദ്ധ. എന്റെ കാര്യത്തിൽ ആർക്കും ഒരു ശ്രദ്ധയുമില്ല. എനിക്കിത് തന്നെ വേണം, ഞാൻ ഇത് തന്നെ കേൾക്കണം. പ്രസവിക്കണം പോലും പ്രസവിക്കണം. സ്വന്തം മോള് അകത്ത് കരഞ്ഞ് തളർന്ന് ചാമറായി കിടക്കുക. അപ്പോഴും ആങ്ങളയുടെ മോൾക്കിട്ട് കുത്താനേ അമ്മായിക്ക് താല്പര്യമല്ലേ? എന്റെ പൊന്നു മോളെ, അമ്മായി മിണ്ടാതിരിക്കെ. അവൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ.
അല്ലെങ്കിലും എനിക്കറിയാം നിങ്ങളെല്ലാം ഒറ്റ സെറ്റാ. അതെനിക്ക് നന്നായിട്ട് അറിയാം. കാണുന്നില്ലേ, എത്ര കിട്ടിയിട്ട് പഠിക്കുന്നില്ലല്ലോ. മോനെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. എനിക്കറിയാം അമ്മായി. പിതാശ്രീ എവിടെ പോയി? പെണ്ണ് കാണാനൊന്നും പോവല്ലോ ഇത്ര ഒരുക്കാനായിട്ട്. പോലീസ് സ്റ്റേഷനിലോട്ടാ പോണത്. ഞാനിതാ വന്നടാ. കുറച്ച് ഫേസ് ക്രീമും തേച്ച് കുറച്ച് പൗഡറും കൂടെ ഇടാൻ മേലായിരുന്നോ? ആ, ഞാനൊരു ഷർട്ട് മാറാനുള്ള സമയമല്ലേ എടുത്തുള്ളൂ. അതിന് നീ കിടന്ന് പ്രസംഗിക്കുന്നത് എന്തിനാ? ഷർട്ട് മാറാനുള്ള നേരം കൊതുമ്പ് ഉടുപ്പിട്ടോലുണ്ട്. വാ ഇങ്ങോട്ട് പോവാം. ആ പെങ്ങളെ, നീ സീതയെ വിളിച്ച് വാതില് തുറക്കാൻ പറ. എന്നിട്ട് അവളുടെ അടുത്ത് പോയി ഇരിക്കുക. ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ച് ഇനി കെട്ടിത്തൂങ്ങണമെന്നെങ്ങാനും തോന്നിയ അയ്യോ പൊത്തോന്നല്ല, അവൾക്ക് തോന്നുന്നത് മാത്രം ചെയ്യുന്നവളല്ലേ സീത. അതുകൊണ്ട് പറഞ്ഞതാ. ശരി, നിങ്ങൾ പ്രസംഗിച്ചോണ്ടിരിക്കാതെ ഇങ്ങോട്ട് വാ. അവന്റെ എല്ലിടിച്ച് വെള്ളമാക്കണം. അതിത്തിരി പൈസ കൊടുത്തിട്ടായാലും വേണ്ടി. നോക്കിക്കോ പെങ്ങളെ, പൂക്കോടിയുടെ കുടുംബത്തോടാ അവന്റെ കളി. അല്ലേടെ നകുല? നിങ്ങളൊന്ന് വാ. ആദ്യം ആ CI ഒന്ന് കാണട്ടെ. പിന്നെ പോലീസ് ഇടപെട്ടാലും പട്ടാള ഇടപെട്ടാലും നകുലം കൊടുക്കാനുള്ളത് കൊടുത്തിരിക്കും. അത് വേറെ കാര്യം. വാ. എടാ, പോലീസിന് ഇത്തിരി കാശ് കൊടുത്തിട്ടായാലും വേണ്ടില്ല, ഇട്ടിച്ചവന്റെ നട്ടല്ലൊടിക്കാൻ പറയണം. ഓ ബോലന്റ്, നിങ്ങൾ ആവേശം കയറി തുള്ളാതിരിക്കുക. വേണ്ടതുപോലെയൊക്കെ ഞാൻ പറഞ്ഞോളാം. ഇതേ വീടല്ല, പോലീസ് സ്റ്റേഷന്. പിന്നെ എന്ന് വെച്ചാ പൂക്കോടി രാഘവൻ ആദ്യമായിട്ടല്ലേ പോലീസ് സ്റ്റേഷൻ കാണുന്നതും കേറുന്നതും. എടാ, പോലീസുകാർ കുട്ടി നിക്കറിട്ടുകൊണ്ടിരുന്ന കാലം മുതൽക്കേ പൂക്കോടി രാഘവൻ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുള്ളതാ. അത് തന്നെ ഇപ്പൊ ചുമച്ചോണ്ട് കിടക്കുന്നത്. വാ ഇങ്ങോട്ട്. അതെ, CS സാറുണ്ടോ? അകത്തുണ്ട്. ആ, സാറേ, ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താണ് തന്റെ പ്രശ്നം? സാറേ, ഞങ്ങളൊരു പരാതിയും കൊണ്ടുവന്നതാ. പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും വരുന്നത് പരാതി പറയാനാ, അല്ലാതെ പപ്പടം കാച്ചാനല്ല. പ്രശ്നം പറ. സാറേ, ഞങ്ങളുടെ കുഞ്ഞിനെ മോഷ്ടിച്ചോണ്ട് പോയി. ആഹാ, കൺഗ്രാറ്റുലേഷൻസ്. ഈ പ്രായത്തിൽ നിന്ന് എനിക്ക് കൊച്ചുണ്ടാ. സാറ് കളിയാക്കണ്ട. ഞങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞിനെ കാണാതെ പോയത്. കുടുംബം എന്ന് പറഞ്ഞ് ചിലക്കാതെ കാര്യം തെളിച്ച് പറയടോ. പറഞ്ഞാലോണ്ട് തിരിച്ചറിയാൻ തന്നെ എന്താ ഗാന്ധി കുടുംബമാ? സാറേ, ഞാൻ കാര്യം വിശദീകരിച്ച് പറയാം. വയലോരം വീട്ടിലെ ബാലേന്ദ്രന്റെ ഭാര്യയുടെ അമ്മാവനാണ് ഞാൻ. ഓ, ഇപ്പോഴാണ് പിടികിട്ടിയത്. ബാലേന്ദ്രന്റെ ആദ്യത്തെ ഭാര്യ സീതയുടെ അമ്മാവൻ അല്ലേ? അതെ. സീതയുടെ കുഞ്ഞിനെ ബാലൻ മോഷ്ടിച്ച് മനസ്സിജനും കുട്ടിമണിക്കും കൊടുത്തു. അതാ സാറേ പരാതി. കുഞ്ഞിനെ മോഷ്ടിച്ചു കൊടുക്കുന്നു. ഇന്നലെ കുഞ്ഞിനെയും കൊണ്ട് ഉറങ്ങാൻ കിടന്നതാ സീത. എണീറ്റപ്പോൾ അവിടെ കുഞ്ഞില്ല. 40 ദിവസം തികയാത്ത കുഞ്ഞ് തന്നെത്താൻ എണീറ്റെങ്ങും പോകത്തില്ലല്ലോ സാറേ. കുഞ്ഞിനെ ചോദിച്ചപ്പോൾ ബാലൻ പറയുക കുഞ്ഞിനെ എടുത്ത് പെങ്ങൾക്ക് കൊടുത്തെന്ന്, കുട്ടിമണിക്ക്. എന്നിട്ട് കുട്ടിമണിയും ഭർത്താവ് അവിടെ? കുഞ്ഞിനെ കൊണ്ട് അവര് രാഖി രാമന് നാട് വിട്ടു. കൂടാ കള്ളനുണ്ട്, പിച്ചള. സാറേ, ഞങ്ങളുടെ പെങ്കൊച്ചവിടെ തലതല്ലി കരയുക. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിന് വേണം, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ ഇവിടെ സത്യാഗ്രഹം ഇരിക്കും. താനവിടെ കിടന്ന് കുണുകുണാൻ ചിലക്കാതെ ഒരു പരാതി എഴുതി കൊടുത്തിട്ട് പോകാൻ നോക്ക്. സാറേ, ആ ബാലനെ ഇടിച്ചവന്റെ കൂന് നിവർക്കണം. അതിനെന്തോ വേണമെങ്കിലും ഞങ്ങൾ തരാം സാറേ. നിർത്തണോ? താനെന്താ വിചാരിച്ച പോലീസുകാർ തന്നെ കുലി തല്ലുകാരാണെന്നോ? സാറ് ക്ഷമിക്കണം, അച്ഛൻ അറിയാതെ. അച്ഛനും മോനും ഇവിടെ നിന്ന് കൂടുതൽ ഡയലോഗ് അടിക്കാതെ ഒരു പരാതി എഴുതി കൊടുത്തിട്ട് പോകാൻ നോക്കും. അല്ലെങ്കിലേ എന്റെ വായിൽ നിന്ന് നല്ല തെറിയുടെ ശരണം വിളിയേക്കാം. കേൾക്കണോ? അപ്പം മനസ്സുജനും കുട്ടിമണിയും കുട്ടിയെടുത്തോണ്ട് നാട് വിട്ടു. എവിടെയായിരിക്കും അവർ? ഒന്ന് സ്റ്റാർട്ട് ചെയ്ത ബൈ. ആന്നില്ല ബൈ. ഇത് എന്നെ മനുഷ്യ, ഈ കുട്ടപ്പൻകാരെ എപ്പ നോക്കിയാലും വായും പൊളിച്ച് കിടക്കുന്നേ. നമ്മൾ ഇന്നാലും വക്രോപ്പിൽ പോയപ്പോഴും ഇവ വായും പൊളിച്ച് കിടക്കുമല്ലായിരുന്നോ? വക്രോപ്പ് അല്ല, വർക്ക്ഷോപ്പ്. ഓ, വക്രോപ്പ്. വർക്ക്ഷോപ്പ് വക്രോപ്പ് വർക്ക്ഷോപ്പ് എന്ന് പറയാൻ നിനക്ക് അറിയത്തില്ലല്ലേ? എനിക്ക് ഈ വക്രോപ്പ് എന്ന് പറയാൻ അറിയത്തില്ല. പക്ഷേങ്കിൽ ഒറ്റ ഇടിച്ച് നിന്റെ വക്രോപ്പിലാക്കാൻ എനിക്കറിയാം. കന്നഡ കുട്ടപ്പൻകാര് വാ പൊളിച്ച് നിക്കുന്ന പോലെ നീ നിക്കണ നിന്നെ കൊണ്ടുപോകണ വക്രോപ്പില്.
എന്തായാലും ബാക്കി കിട്ടാനുള്ളത് കിട്ടിയപ്പോ സമാധാനമായല്ലോ. എന്റെ പിച്ചളെ ഇതിപ്പോഴങ്ങനെ നേരെ ആവൂ? ആകും ബായ്, ചെറിയ പ്രോബ്ലം ശരിയാക്കിട്ട് നമുക്ക് ഇപ്പൊ പോകും. ഒരു പോർബളം എന്നാ പോർബളവാ? നിന്നോട് സംസാരിക്കാൻ ഞാനില്ല. ആദ്യം നിന്റെ നാക്ക് നീ നേരെയാക്ക്. നോക്കടാ നോക്കടാ, എന്റെ നാക്ക് നേരെയല്ല നോക്കടാ. എന്തേലും കുഴപ്പമുണ്ടോ? നോക്കേ വിത്തല വിത്തല, എന്റെ നാക്കിന് എന്തേലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലേ, ഇടി താങ്ങാനുള്ള കെൽപ്പില്ലാത്തോണ്ടാ പെങ്ങളെ. നല്ല ഒന്നാന്തരം നാക്ക, ഒരു കുഴപ്പമില്ല സത്യം. എടി നീ ഇവിടെ കിടന്ന് തുള്ളാതെ കുഞ്ഞിന്റെ അടുത്ത് പോയിരിക്കും. അത് സീറ്റിൽ നിന്ന് ഉരുണ്ട് പറഞ്ഞ് താഴെ വീണാലോ? പിന്നെ എന്റെ ബായി, ജനിച്ചിട്ട് 10-40 ദിവസം മാത്രമായ കുഞ്ഞ് അങ്ങനെ തിരിയത്തും മറയത്തും ഒന്നും ഇല്ല. അതവിടെ സ്വസ്ഥായിട്ട് കിടന്നോളൂ. പിന്നെ അല്ല, എനിക്കൊക്കെ അറിയാവുന്നുണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നേ. ഓ പിന്നെ നീ നേരത്തെ 4-5 വളർത്തിയ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നിനക്ക് ഇതെല്ലാം അറിയാം. ബായി, ഒന്ന് കേറി സ്റ്റാർട്ട് ചെയ്തു. അയ്യോ ഒന്നും വേണ്ട എന്റെ പൊന്നെ, ഒന്ന് അടങ്ങി നിൽക്കുവോ? മൈലമ്മയുടെ കാർ ഓടിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടാ. നിന്റെ തലമണ്ട അടിച്ച് ഞാൻ കീറും. മര്യാദക്ക് സ്റ്റാർട്ടാവ്. മനുഷ്യനാണെങ്കിലും കാറാണെങ്കിലും കിട്ടേണ്ടത് കിട്ടുമ്പോ ഓക്കെ ആവും. എന്നാ പിന്നെ നീങ്ങാൻ പോയി. നീങ്ങാം വാ. പെണങ്ങല്ലേ, കുഞ്ഞുമണി എടുത്തിട്ടേ അങ്ങോട്ട് നീങ്ങിയിരുന്നോ. കേറിക്കോ. ഓവർ ഓവർ, ഗെറ്റ് റെഡി. വണ്ടി ഈ വഴിക്ക് തിരിഞ്ഞിട്ടുണ്ട് സർ. ബായ്, പോലീസ് കണ്ടുപിച്ചളെ, നമ്മളെ പിടിക്കാൻ തന്നെയാ. നമ്മളെ പോലീസ് വെച്ചോ മനുഷ്യ? കുഞ്ഞുവിനെ കൊണ്ടാ വന്നാണോ? ഇല്ല, ഞാൻ കൊക്കത്തില്ല. നമ്മ ചെറുക്കാൻ ഓടാ മനുഷ്യ, ഓടാ. നീ ഒന്ന് അടങ്ങിയിരിക്കും കുട്ടു. ഓടി അവർ പുറകെ വന്ന് പിടിക്കും. റിവേഴ്സ് എടുത്ത് വട്ടം തിരിച്ചു പോയാലോ പിച്ചളെ? മണ്ടത്തരം പറയാതെ ബായ്, പോലീസിനെ കണ്ട് പതുങ്ങി പേടിച്ച് തിരിച്ചു പോയാലല്ല അവർക്ക് സംശയം തോന്നുന്നത്. നമുക്ക് കൂളായിട്ട് ചെല്ല ബായ്. പിച്ചളെ എന്റെ കുഞ്ഞ്. ഒന്നുമില്ല ബായ്, ഒന്നുമില്ലെങ്കിൽ നമുക്ക് അയ്യപ്പൻകുട്ടി സാറായിട്ട് ഒരു ബന്ധമില്ല. അയ്യപ്പൻകുട്ടി സാറിന്റെ ബന്ധുവാന്ന് പറഞ്ഞാ മതി. നമ്മളെ അങ്ങ് പോലീസ് വിട്ടോളും. പിന്നെ മുട്ടായി വെച്ച് തരും. അങ്ങനെ പറഞ്ഞാ മതി, അങ്ങനെ പറഞ്ഞാ മതി വിത്തല, അങ്ങനെ പറഞ്ഞാ മതി. മുട്ടായി അവരടിച്ച് കൂന് നോക്കും. ബായ്, എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. എടുത്ത് അങ്ങോട്ട് ഒതുക്കിയെടുത്ത്. ഞാൻ ഇറങ്ങാം ബായ്, വരുന്നിടത്ത് വെച്ച് കാണാം. എന്തെങ്കിലും പെശക് തോന്നിയാ പോലീസ് ജീപ്പിന്റെ കീ ഊരി ഞാൻ എങ്ങോട്ടെങ്കിലും വരും. അവന്മാരെ എന്നെ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ. ആ നേരത്തിന് ബായും കുട്ടിമണിയും കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെട്ടോളണം. എന്നെ നോക്കണ്ട. മനുഷ്യ, നമുക്ക് ഇറങ്ങി ഓടിപ്പോവാം മനുഷ്യ. ഒന്ന് മിണ്ടായിരിക്കും കുട്ടിമണി. മനുഷ്യ, ഞാൻ പറയുന്ന കേക്ക്. നമുക്ക് ഓടിപ്പോവാം. ഇല്ലെങ്കിലേ നമ്മുടെ കുഞ്ഞുമണിയെ പോലീസ് പിടിച്ചോണ്ട് പോയി വീണ്ടും വലിയച്ചയ്ക്ക് കൊടുക്കും. അതുകൊണ്ടാ പറയുന്നേ. ഇല്ല, അതൊരിക്കലും സംഭവിക്കില്ല കുട്ടു. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. നമ്മുടെ കുഞ്ഞുമണിയെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഈ മനുഷ്യന് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എടാ മണ്ട, പോലീസ് വന്ന് നമ്മളെ രണ്ടുപേരും ജയിലിൽ കൊണ്ടിട്ടിട്ട് കുഞ്ഞിനെ കൊടുത്താലോ? എന്തായാലും പിച്ചള എന്ന കാര്യം എന്താണെന്ന് അറിയട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. നീ ഒന്നും മിണ്ടാതിരിക്കും കുട്ടു. നടക്കണം അങ്ങോട്ട്. അയ്യോ മനുഷ്യ, മനുഷ്യ പോലീസ് എല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നു മനുഷ്യ.
നമുക്ക് പോവാം മനുഷ്യ. പിത്തല പറ്റില്ലേ പൊക്കോളാൻ. അങ്ങനെ പിച്ചളെ അവർക്ക് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് രക്ഷപ്പെടേണ്ട കിട്ടൂ. രക്ഷപ്പെട്ട ഒന്നിച്ച്, പിടിച്ചാലും ഒന്നിച്ച്. നീ ധൈര്യമായിട്ടിരിക്കും. മനുഷ്യ സാറേ, കാറിനകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോടാ? എന്റെ ഭാര്യയുണ്ട് സാറേ. കുട്ടിമണിന്റെ പേര് പാവ. ആരും കടിച്ചിട്ടില്ല, ഒരു വഴക്കും ഉണ്ടാക്കത്തില്ല. കുട്ടിമണിന്റെ പേര് പാവ. ആരും കടിച്ചിട്ടില്ല, ഒരു വഴക്കും ഉണ്ടാക്കത്തില്ല. എന്താടാ ഇത്? തലയ്ക്ക് വെളിവില്ലാത്ത കേസ് വല്ലതും ആണോ? അങ്ങനെയൊന്നുമല്ല സാറേ, സാറിന്റെ അത്ര ബുദ്ധിയൊക്കെ ഉണ്ട്. നീ എന്താടാ കളിയാക്കുന്നോ? അയ്യോ അല്ല സാറേ, നല്ല ബുദ്ധിയുള്ള കുട്ടിയാന്ന് പറഞ്ഞതാ. അതിന്റെ അടുത്ത് കൊണ്ട് ഇറങ്ങി വരാൻ പറയണോ? കുട്ടു വാ, ഇങ്ങനെ ഇങ്ങതാ. നമ്മളെ പിടിക്കാണോ മനുഷ്യ? നമ്മളെ പിടിച്ചോ? ഇതാരുടെ കുഞ്ഞാടാ? എന്റെ സ്വന്തം കുഞ്ഞാ, എന്റെ കുഞ്ഞുമണിയാ. ഞങ്ങള് മോട്ടിച്ചൊന്നുമല്ല, വലിയേട്ടൻ തന്നതുമല്ല. എന്റെ മനുഷ്യന്റെ കുഞ്ഞാ. നിന്നോട് ഞാൻ മോഷ്ടിച്ചതാണോ തന്നതാണോ എന്നൊന്നും ചോദിച്ചില്ലല്ലോ, പിന്നെന്തിനാ ചാടിക്കറി പറയുന്നേ? സാറേ, കുട്ടിമണിക്ക് ബുദ്ധി ഇത്തിരി കുറവാ. ആർക്കാണ് ബുദ്ധി കുറവേ? ആർക്കാണ്? എന്റെ കാര്യമാണോടാ നീ പറഞ്ഞേ? പല്ലിടിച്ചോണ്ട് നിൽക്കാതെ വണ്ടി കയറി നോക്കടോ. ഡിക്കി തുറന്ന് നോക്ക്. അതെ മനുഷ്യ, നമ്മളെ പിടിച്ചാനല്ല വന്നത്. നമ്മളെ പിടിച്ചാനാണെങ്കിൽ അങ്ങ് പിടിച്ചാ പോരെ. കാറിന്റെ അകത്തൊക്കെ നോക്കുവല്ലേ, അപ്പൊ വേറെ ആരാണ്ടിയോ നോക്കുക. ഇനി നമ്മൾ അറിയാതെ നമ്മുടെ കാറിനകത്ത് വേറെ ആരെങ്കിലും പമ്മി ഇരിപ്പുണ്ടോ? നീ ഒന്നും മിണ്ടാതിരിക്കൂ. സാർ, ഒന്നുമില്ല സാർ. എന്താ സാറേ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് നിന്നോട് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ വണ്ടി ഒന്ന് ചെക്ക് ചെയ്തതാ. ഞങ്ങൾ അന്വേഷിക്കുന്ന സാധനം ഇതിനകത്തുണ്ടോന്നറിയാൻ. അതെ അതെ, കുന്തം പോയാ കുടത്തിലും തപ്പണമെന്നാണല്ലോ. അല്ല സാറേ? നീ കൂടുതൽ സംസാരിക്കണ്ട, പിടിച്ചാലും കൊണ്ടുപോകും. കാണോ? എന്റെ പൊന്നു സാറേ, ഇങ്ങനെയൊന്നും പറയല്ലേ. ഒന്നാമത് പുതിയ സർക്കാർ കയറിയതല്ലേ ഉള്ളൂ. അപ്പോഴേക്ക് ആഭ്യന്തര വകുപ്പിന്റെ ഒരു പഴി വന്നു കഴിഞ്ഞാലേ തുടക്കത്തിൽ തന്നെ സർക്കാരിന്റെ കാര്യം പരുങ്ങല്ലാവും. അതുകൊണ്ട് സാർ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം, അല്ലേ സാറേ? പോലീസുമായി വളരെ അടുപ്പുള്ള ആളാ ഞാൻ. അതുകൊണ്ടാണ് ഇത്രയും സ്വാതന്ത്ര്യത്തിൽ സംസാരിക്കുന്നത്. എന്താ നീ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളാണോ എന്ന് ചോദിച്ചാൽ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളല്ല, പക്ഷേ ഡിപ്പാർട്ട്മെന്റിൽ എപ്പോഴും കാണും. അങ്ങനെയാണ് ഞാനും പോലീസും തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം. CI അയ്യപ്പൻകുട്ടി സാറിന് അറിയത്തില്ലേ? ഏത്? നേരത്തെ കിളിമാനൂർ അയ്യപ്പൻകുട്ടിയോ? കിളിമാനൂരാണോ ആറ്റിങ്ങലാണോ അതോ വെഞ്ഞാറമൂടാണോ ഇതൊന്നും അറിയത്തില്ല. ഇപ്പൊ രാമപുരം സ്റ്റേഷനിലാ. ആ അറിയാം, പേഴ്സണലായിട്ടും അറിയാം. സാറിനോട് ചോദിച്ചാ മതി. ഞങ്ങള് തിക് ഫ്രണ്ട്സ് അല്ലേ, ഞാനും ഈ മനസ്സിജനും അയ്യപ്പൻകുട്ടി സാറുമായിട്ട്. ഞങ്ങൾ ഒന്നിച്ച് കാണും മിക്ക ദിവസവും വൈകുന്നേരം. ഏത് അയ്യപ്പൻകുട്ടി സാറ് പിന്നെ ഡ്രൈയാ. അറിയാം സാർ, ഒരു വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റേഷന് മുന്നിൽ. അങ്ങോട്ട് ചെല്ലാൻ. അതാണ് നമ്മൾ ഉദ്ദേശിച്ച പാർട്ടിയിൽ നിന്ന് സംശയമുണ്ടെന്ന്. അതെ, ഒരു കള്ളനോട്ട് പാർട്ടിയെ നോക്കുന്നതാ. അതൊന്ന് പോയി നോക്കട്ടെ. നിങ്ങളുടെ സമയം കളഞ്ഞതിന് സോറി. അയ്യപ്പൻകുട്ടി സാറിനെ തിരക്കിന്ന് പറഞ്ഞേക്ക്. ഓക്കെ, ബൈ. ശരി. അപ്പം വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. എന്റെ ബായ്, നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് വലിയൊരു കല്ലുരുണ്ടു പോയ പോലെ എന്തൊരാശ്വാസം. സത്യത്തിൽ ഞാൻ കരുതി കുടുങ്ങിയെന്ന്. എന്തായാലും അയ്യപ്പൻകുട്ടി സാറിന്റെ പേര് പറഞ്ഞപ്പോ SIക്ക് സന്തോഷായി. അവര് പരിചയക്കാരായത് ഭാഗ്യം. ഡിപ്പാർട്ട്മെന്റിലാകെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറാൻ നിൽക്കുന്ന കക്ഷികളാ മുഴുവനും. അയ്യപ്പൻകുട്ടി സാറും ഇയാളും ശത്രുക്കളായിരുന്നെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ ഇവിടെ പിടിച്ചു നിർത്തിയേനെ. അല്ല മനുഷ്യ, ആ പോലീസുകാരൻ പറഞ്ഞില്ലേ കള്ളനോട്ടെന്ന്, അതെന്നാ നോട്ടാ? കുട്ടിമണി, കള്ളനോട്ട് എന്ന് പറഞ്ഞ കള്ളനോട്ട്. രൂപാനോട്ടില്ലേ, രൂപാനോട്ട്, അതിന്റെ കള്ളനോട്ട്. രൂപ നോട്ട് കള്ളനോ? കള്ളന്മാരുടെ കയ്യിലിരിക്കുന്ന നോട്ടാണോ കള്ളനോട്ട്? ഇപ്പൊ അങ്ങനെയായി. കുട്ടിമണിപ്പെങ്ങളെ, എന്റെ പോക്കറ്റിൽ കിടക്കണ കാശല്ല കള്ളനോട്ട്. നമ്മളെ രൂപാനോട്ടില്ലേ, അതുപോലെ കള്ളന്മാര് വേറെ നോട്ട് അച്ചടിച്ചുണ്ടാക്കും.
അതാണ് കള്ളനോട്ട്. വേറെ നോട്ട് അച്ചുണ്ടാക്കിയ എങ്ങനെ കള്ളനോട്ടാവും അത് പറ. എടി അതെ, വേറെ നോട്ടില് മഹാത്മാഗാന്ധിയുടെ കണ്ണട പൊട്ടിയിരിക്കും, അത്രേ ഉള്ളൂ. നിനക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അറിഞ്ഞാ പോരെ കുട്ടിമണി? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തിരക്കാൻ പോകുന്നേ? കുട്ടിമണി, നമ്മൾ ഉപയോഗിക്കുന്ന രൂപ അച്ചടിക്കുന്നതാരാ? ആരാന്നാ ചോദിച്ചത്. എന്റെ പിച്ചളെ, നിങ്ങൾക്കും വട്ടായോ? ഇതൊക്കെ ഇവക്ക് അറിയാവോ? നില്ലുബായ്, കുട്ടിമണി, നമുക്ക് വേണ്ട നോട്ടൊക്കെ അച്ചടിക്കുന്നത് സർക്കാരാ. ഏത് സർക്കാര്? ഓ, സർക്കാരല്ല, സർക്കാര്. സർക്കാര് എന്നെ ഉണ്ടല്ലോ ആവട്ടെ. അല്ല അതാരാ? അതാരാന്ന് വെച്ചാ സർക്കാരിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്റെ പിച്ചളെ, ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഇവള് നാളെ PSC പരീക്ഷ എഴുതാൻ പോകുന്നുണ്ടോ? ഇവക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞു കൊടുക്ക്. എന്നാൽ അങ്ങനെ അതെ, നമുക്ക് വേണ്ട നോട്ടൊക്കെ അടിക്കുന്നത് സർക്കാരാ. ആ നോട്ട് മാത്രാണ് നല്ല നോട്ട്, അല്ലാതെ ആരച്ചടിച്ചാലും അത് കള്ളനോട്ടാ. അതെന്നാണ് വരാ? സർക്കാരിന് മാത്രം എന്തും ചെയ്യാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ? അതെ, വണ്ടി കേറിക്കേ, മഴ വരുന്നുണ്ട്. ബാക്കി പിന്നെ പറയാം കേട്ടോ. അല്ല മനുഷ്യ, എനിക്കൊരു ബുദ്ധി തോന്നുന്നു. പറയ്, നീ നല്ല ബുദ്ധിക്കാരിയാണല്ലോ. ശർക്കരറിയാതെ നമുക്ക് കുറച്ച് നോട്ട് അങ്ങ് അടിച്ച അപ്പൊ നമ്മളെ കറ്റപ്പാടൊക്കെ തീരുമല്ലോ. ഒരു വെറ്റിലെ അടക്കം കിട്ടോ ബായി? എന്തിനാ ബായി? മുറുക്കാനാണ്? ഈ കാൽക്കൽ വെച്ച് നമസ്കരിക്കാനാ. ഈ ബുദ്ധിയുടെ മുന്നിൽ നമ്മൾ എത്രയോ ശിശുക്കൾ. അതെ ബായി, അത് നേരാ. കുട്ടു, നീ അകത്തിരുന്ന് കുബുദ്ധികളൊക്കെ ആലോചിക്കും. നമുക്കേ തൽക്കാലം വണ്ടി വിടാം. കേറിക്കോ, കേറു ബായി. സാറേ, അങ്ങോട്ട് കയറി അവനെ പിടിച്ചിറക്കി നല്ല 4 ഇടി കൊടുക്കും സാറേ. എന്താണ് അങ്ങയുടെ പേര്? ഒന്ന് മുഴിഞ്ഞാലും. അത് ഞാൻ എന്നെ അറിയത്തില്ലയോ സാർ? മനസ്സിലായില്ല. ഞാൻ പൂക്കോടി രാഘവൻ. പൂക്കോടി. ഏത് കോടി? പേരാ സാറേ, പൂക്കോടി. പൂക്കോടി രാഘവൻ. പൂക്കോടി രാഘവൻ സാറാണോ? സാറ് സ്ഥലത്തെ DGP ആയിട്ട് ചാർജ് എടുത്ത വിവരം അടിയൻ അറിഞ്ഞില്ല. അല്ല സാറേ, ഞാൻ എന്റെ മുഖത്ത് നോക്കി എന്നോട് കൽപ്പിക്കാൻ താനാരടോ? ഉണക്കക്കളവാ. ഓമത്തണ്ട ഓടിക്കുന്ന പോലെ ഓടിച്ചോളാം ഞാൻ. സാറേ, അച്ഛൻ വിഷമം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാ. സാർ അതൊരു പ്രശ്നമാക്കരുത്. എന്ത് എപ്പോ പ്രശ്നമാക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഒരു പെറ്റിഷൻ കിട്ടിയാൽ അതെങ്ങനെ അന്വേഷിക്കണം, ഏത് രീതിയിൽ അന്വേഷിക്കണം, എപ്പോൾ അന്വേഷിക്കണം എന്നൊക്കെ എനിക്കറിയാം. എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാനൊന്നും വരണ്ട. അപ്പനും മോനും. സത്യ, അവനെ കൊണ്ട് വിളിച്ചിറക്ക്. വരാൻ പറ. ഇവിടെ ആരും ഇല്ലേ? ഹലോ, ഒന്ന് ഇറങ്ങി വന്നേ. ആഹാ, വന്നല്ലോ സന്യാസി. വന്നാട്ടെ വന്നാട്ടെ. ഇവരെല്ലാരും കൂടി ചേർന്ന സാറേ ഞങ്ങളുടെ കുഞ്ഞിനെ കൊടുത്തു വിട്ടത്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ വന്ന് നിൽക്കുക. അമ്മാവ, ഞാൻ തന്നോട് നല്ല മലയാളത്തിൽ പറഞ്ഞതാണ്, ആവശ്യമില്ലാതെ ചിലക്കരുത്. അന്ന് സ്റ്റേഷനിൽ ഒന്ന് താൻ ചിലച്ചപ്പോഴേ തന്നെ പിടിച്ച് അകത്ത് ഇടേണ്ടായിരുന്നു. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. മേലാൽ നിങ്ങളുടെ അനന്തരവളുടെ കുഞ്ഞ് അത് ഇവിടുത്തെ കുട്ടിയുടെ കുഞ്ഞാണെന്ന് ഇവർ പറയുന്നു. അവർക്ക് അവകാശപ്പെട്ട കുഞ്ഞുമായിട്ട് അവർ പോയി. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അതിൽ ഏതാണ് സത്യം ഏതാണ് കള്ളമെന്ന് കണ്ടുപിടിക്കാനാണ് ഞാൻ കെട്ടി എഴുന്നള്ളി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിനിടെ കയറി സംസാരിച്ചോണ്ടല്ലോ. അച്ഛനൊന്നും മിണ്ടാതിരിക്കാം. സാറിനറിയാം എന്ത് ചെയ്യണമെന്ന്. എന്താ സാറേ കാര്യം? വലിയ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, കാര്യത്തിലേക്ക് കിടക്കാൻ. കാര്യം നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഇവിടുത്തെ സീതയുടെ കുഞ്ഞിനെ പെങ്ങൾക്കും അളിയനും വേണ്ടി വളർത്താനായി കൊടുത്തുവിട്ടു ബാലൻ. അവരിപ്പോൾ എവിടെയുണ്ട്, അവരെന്ത് ചെയ്യുന്നു, ഇതൊക്കെ ഒന്ന് അറിയണം. ബാലനൊന്ന് വിളിക്കാവോ? ആഹാ, ഇங்கே ഇരുന്നീങ്ങളാ? എപ്പിടി സൗഖ്യമാ? ഒന്നിങ്ങി വരുമോ? ഒരു കാര്യം ചോദിക്കണം. എന്താണ് മൈലമേത്? ഇതിപ്പോ ഒരുമാതിരി മുല്ലപ്പെരിയാർ ഇഷ്യൂ പോലെയല്ലോ. തമിഴ്നാട് പറയുന്നു വെള്ളം അവരുടേതാണ്, കേരളം പറയുന്നു വെള്ളം നമ്മുടേതാണ്. ഇവിടെ ഇപ്പോ മുല്ലപ്പെരിയാറിനെ അടിച്ചുകൊണ്ട് മനസ്സേജനും ഭാര്യയും നാട് കടക്കുകയും ചെയ്തു. എന്താണ് ആക്ച്വലി പ്രശ്നം? മൈലമ്മേ, എന്താ സംഭവിച്ചത്? മാഡം, അത് മനസ്സജണ്ണന്റെയും കുട്ടിമണിയുടെയും കുഞ്ഞാ. ആര് പറഞ്ഞിടിയത്? നീയാണോ തീരുമാനിക്കുന്നത്? മുമ്പേ ഞാൻ നിന്നോട് പറഞ്ഞതാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്. ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെടണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇത് എന്റെ അഭിപ്രായം. നീ അങ്ങനെ അഭിപ്രായം ഒന്നും പറയണ്ട. പോലീസ് നിൽക്കുന്ന ബലത്തിലാണ് നീ ചിലക്കുന്നതെങ്കിലേ
ഇനി നിന്നോട് രണ്ട് പറയുന്നതിന്റെ പേരിൽ പോലീസ് ഞങ്ങളെ തൂക്കിക്കൊന്ന അത് ഞങ്ങളങ്ങ് സഹിക്കും, മനസ്സിലായോ? നകുല മകനെ ഒന്ന് നിർത്ത്, ചുമ്മാ പിടയ്ക്കല്ലേ. അല്ല സാർ എന്താ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാത്ത? ഞങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് എന്നിട്ട് മോഷ്ടിച്ചോണ്ട് പോയവരെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എല്ലാരും. സാർ എന്താ നഷ്ടപ്പെട്ട ഞങ്ങളെ മനസ്സിലാക്കാത്തത്? ഞങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാത്തത്? ഞങ്ങളുടെ വികാരം മനസ്സിലാക്കാത്തത്? നീ ഒരു വികാര ജീവിയാണെന്ന് നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അതവിടെ നിൽക്കട്ടെ. കുഞ്ഞവരുടേതാണെന്ന് മനസ്സിജനും കുട്ടിമണിയും പറയുന്നതല്ല.